ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. എനിക്ക് അഡോൺ. ഇന്ന് ഞാനിവിടെ പറയുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന കാലിഗ്രഫി ഡബിൾ പെൻസിൽ മെത്തഡ് ഉപയോഗിച്ചാണ്. ഇതിന് വേണ്ടത് 2 പെൻസിൽ, 2 റബ്ബർ ബാൻഡ്, ഒരു ഇറേസർ, ഒരു സ്കെയിൽ, 2 മാർക്കർ, ഒന്ന് തടിച്ച പിന്നുള്ള മാർക്കറും ഒന്ന് നേരിയ മാർക്കർ ബോർഡർ വരെയാണ്. ഓക്കെ, 2 പെൻസിൽ നല്ല രീതിയിൽ ഷാർപ്പ് ചെയ്ത് നമുക്ക് നല്ലവണ്ണം ടൈ ചെയ്യുക. ടൈ ചെയ്യുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വീഡിയോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. കാലിഗ്രഫി എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി ഫസ്റ്റ് ഒരു പെൻസിൽ താഴത്തെയും ഒരു പെൻസിൽ മുകളിലായുമാണ് ചെറുതായി മുകളിലായുമാണ് നാം പെൻസിൽ ടൈ ചെയ്യേണ്ടത്. അത് ശരിയായ രീതിയിൽ ഡബിളായി വരുന്നുണ്ടോ എന്ന് നോക്കി അതിനനുസരിച്ച് ടൈ ചെയ്യുക. അഡ്ജസ്റ്റ് ചെയ്ത് ടൈ ചെയ്ത് വെക്കുക. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന കാലിഗ്രഫിയിൽ ബിസ്മി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സെക്ഷൻ നാം പെൻസിൽ ചെരിച്ച് വേണം പിടിക്കുവാൻ. പെൻസിൽ ചെരിച്ച് പിടിച്ച് പെൻസിൽ പിടിക്കുന്ന രീതിയാണ് നാം ഡബിൾ പെൻസിൽ കാലിഗ്രഫിയിൽ മനസ്സിലാക്കേണ്ടത് മെയിനായി. അതാണ് ഇതിനറിയേണ്ട ഏറ്റവും വലിയ ട്രിക്സ്. അപ്പോൾ ഫസ്റ്റ് ചെരിച്ച് പെൻസിൽ പിടിക്കുക ബിസ്മി എന്ന് പറയുമ്പോൾ. പിന്നെ താഴ്ന്ന ഒരു ഭാഗമുള്ള സെക്ഷനിൽ എത്തുമ്പോൾ കുത്തനെ പിടിക്കുക. ഫസ്റ്റ് ചെരിച്ച് പിടിച്ച് പിന്നെ കുത്തനെ കൊണ്ടുവരിക. ഓക്കെ, അപ്പം ബാ എന്ന് പറയുന്ന സെക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. കുത്തനെ പെൻസിൽ പിടിച്ച് വേണം ബാ എന്ന് പറയുന്നത് എഴുതാൻ വേണ്ടി. ഞാൻ അറബിക് ആൽഫബറ്റ്സ് എങ്ങനെയാണ് എഴുതുന്നതെന്ന് മറ്റൊരു വീഡിയോയിൽ കാണിക്കാം. ഓക്കെ, അപ്പോൾ റഹ്മാനി എന്ന കേസിൽ നാം എങ്ങനെയാണ് പെൻസിൽ പിടിക്കാൻ നോക്കാം. റഹ്മാൻ എന്ന് ഫസ്റ്റ് ആലിഫ് സെക്ഷനിൽ നാം പെൻസിൽ ചെരിച്ച് വേണം പിടിക്കുവാൻ. ഓക്കെ, നെക്സ്റ്റ് റാ എന്ന് പറയുന്ന സെക്ഷനിലെത്തുമ്പോൾ നാം കുത്തനെ പെൻസിൽ പിടിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് നീറ്റായി റാ എന്ന് പറഞ്ഞത് ഡബിളായി ലഭിക്കുന്നത്. പെൻസിൽ ചെരിച്ച് തന്നെ പിടിച്ചുകൊണ്ട് എങ്ങനെയാണ് റാ എന്ന് പറയുന്ന സെക്ഷൻ വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ചെരിച്ച് പിടിച്ച് അടിക്കുന്ന പറയുന്ന സെക്ഷൻ എഴുതി അതേ ചെരുവിൽ തന്നെ നാം റാ എഴുതുകയാണെങ്കിൽ എങ്ങനെയാണ് റാ വരുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് മെത്തേഡാണ് കോപ്പി ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയുള്ള രീതിയിൽ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ചെരിച്ച് പിടിച്ച് പിന്നെ റാ എന്ന് പറയുന്ന സെക്ഷനിൽ കുത്തനെ പിടിക്കുക. ഓക്കെ, മറ്റേതിൽ അങ്ങനെ കുത്തനെ പിടിക്കുക. അത് ചെരിച്ച് പിടിച്ച് അതേ ചെരിവുള്ള രീതിയിൽ എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതുന്നതെന്നാണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് കംഫർട്ടബിൾ ബിഗിനേഴ്സിനെ മനസ്സിലാവാനാണ് ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയി പറയുന്നത്. അപ്പോൾ അവർക്കാണ് ഇത്, അതായത് ബിഗിനേഴ്സ് എങ്ങനെയാണ് പെൻസിൽ പിടിക്കേണ്ടത് എന്ന് അവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ സീൻ എന്ന് പറയുന്ന ആ ബിസ്മിൻ്റെ ബേസ് എന്ന് പറയുന്ന കേസിലും കുത്തനെയാണ് പെൻസിൽ പിടിക്കേണ്ടത്. ഇത് ബിഗിനേഴ്സിന് പറയുന്ന ഒരു ട്രിക്കാണ്. ഓക്കെ, ഇപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന കാലിഗ്രഫി എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി ഫസ്റ്റ് ഒരു ലൈൻ വരയുക. മുകളിലായി ഒരു ലൈൻ വരയുക. എന്നിട്ട് 12 സെന്റിമീറ്റർ താഴെ മറ്റൊരു ലൈൻ വരയുക. ബിസ്മി എന്ന് പറയുന്ന സെക്ഷൻ ഫസ്റ്റ് പെൻസിൽ ചെരിച്ച് പിടിക്കുക. ഇത് എക്സ്പേർട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് പെൻസിൽ ഒരു നാക്കിൽ അങ്ങ് പോയിക്കോളും. ഫസ്റ്റ് ബിഗിനേഴ്സിന് എങ്ങനെയാണ് പെൻസിൽ പിടിക്കേണ്ടത് എന്നെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ അവർ പെട്ടെന്ന് തന്നെ ഇത് ഈ കാലിഗ്രഫി മെത്തേഡ് ഒഴിവാക്കി പോകും. അതുകൊണ്ട് അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയി പറയുന്നത്. അതായത് അവർക്ക് വേണ്ടിയാണ് ഇങ്ങനെ ആദ്യം അവരെ ഓക്കെ, എക്സ്പെർട്ട് ആയവർക്ക് ആ ഒരു നാക്കിൽ അങ്ങ് എഴുതി പോയിക്കോളും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്.
എന്ന് പറയുന്ന സെക്ഷനിൽ കുത്തനെ കൊണ്ടുവരിക. ഒരൊറ്റ കുത്തനെ തന്നെ പെൻസിൽ പിടിക്കുക. ജോയിന്റ് സെക്ഷനാണ് നാം മെയിൻ പിന്നെ നമ്മൾ ഈ കാലിഗ്രഫി മെത്തേഡിൽ ഫിനിഷിങ്ങിനുള്ള മെയിൻ അറിയേണ്ടത്. ജോയിന്റുകൾ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഹർക്കത്തുകൾ വേണ്ടുന്ന സ്ഥലങ്ങളിൽ ഫില്ല് ചെയ്യുക. നേരെ പിന്നുള്ള മാർക്കർ കൊണ്ട് ബോർഡർ വരയ്ക്കുക. ഹർക്കത്തുകൾ നേരെ പിന്നുള്ള മാർക്കർ കൊണ്ട് തന്നെ ചെയ്യുക. പെൻസിൽ പോയിന്റ് റേഡിയോട്ട് ചെയ്യുക. അതിനുള്ള മാർക്കർ കൊണ്ട് ചെയ്യുക.